ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഓഹരികളും യോഹന്നാന് സ്വന്തമായുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 20,000 ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലാണ് സഭയ്ക്കുള്ളത്. ബിലീവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഏഷ്യയുടെ പേരിലും വിവിധയിടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. 2,263 ഏക്കർ തോട്ടമുണ്ട്. അമേരിക്ക, ശ്രീലങ്ക, നേപ്പാൾ, ആഫ്രിക്ക തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ ആസ്തികൾ ഉണ്ട്. കുട്ടനാട്ടിൽ താറാവ് കൃഷിക്കാരായിരുന്ന ഒരു കുടുംബത്തിലെ ബാലൻ പിന്നെ ഇങ്ങനെ വളർന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മാത്രം കഴിവാണ്. സ്വന്തമായി സഭയുണ്ടാക്കി സ്വന്തമായി ലോകം മുഴുവൻ സ്ഥാപിച്ചു. KP യോഹന്നാൻ എന്ന ഒരു വ്യക്തി ഒരായുസുകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മറ്റ് ക്രിസ്ത്യൻ സഭകൾക്കും അസൂയയായി. പല സഭകളും നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് ചെയ്തത് KP യോഹന്നാൻ തന്റെ ഒറ്റ ആയുസ്സിൽ ചെയ്തു തീർത്തു. ഇപ്പോഴും KP യോഹന്നാന്റെ മരണശേഷം അദ്ദേഹത്തെ വേട്ടയാടുന്ന ആളുകളുണ്ട്. മരണം ഒരാളെ മഹാനാക്കുന്നില്ല എങ്കിലും മരിച്ചയാൾക്ക് മറുപടി പറയാനാകാത്ത സാഹചര്യം മാനിച്ച മരിച്ചവരെ ക്രൂര വിമർശനത്തിന് വിധേയമാക്കാറില്ല. എന്നാൽ KP യോഹന്നാൻ മരിച്ചു കിടക്കുമ്പോൾ പോലും KP യോഹന്നാനെ കൊലപ്പെടുത്തിയെന്ന് സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നും നീചനെന്നുമൊക്കെ വിളിച്ച് കൂകുന്ന ആളുകളുമുണ്ട്. KP യോഹന്നാനെ ആരും കൊലപ്പെടുത്തിയതല്ല. പ്രഭാത സവാരിക്കിറങ്ങിയപ്പോൾ കാറിടിച്ചതാണ്. ഇടിച്ച കാറടക്കം അമേരിക്കയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. റോഡപകടമായിരുന്നു, തുടർന്നാണ് മരണം. അതുപോലെ KP യോഹന്നാൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നതും ശരിയല്ല. അതിന്റെ ചരിത്രം ഇങ്ങനെയാണ്. 2003 ആത്മീയ യാത്ര ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി മാറി. അപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാനില്ലായിരുന്നു. പിന്നീട് നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തേനീഷ് യോഹന്നാൻ മെത്രാപ്പൊലിത്ത പ്രഥമൻ എന്ന പേരിൽ യോഹന്നാൻ സ്വയം അഭിഷിക്തനായി. CSI സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് KJ സാമുവലാണ് അദ്ദേഹത്തെ അഭിഷേകം നടത്തിയത്. യോഹന്നാൻ മെത്രാൻ തന്റെ സഭയിലേക്ക് കൂട്ടി മെത്രാന്മാരെ സ്വയം കൈവെപ്പ് ശുശ്രൂഷ നൽകി വാഴിച്ച് വലിയ മെത്രാപ്പൊലിത്തയായി മാറുകയായിരുന്നു.